ഇവിടെ അതിനുശേഷം രമേശ് നാരായണൻ പറയുന്നുണ്ട് എന്താണ് അറിഞ്ഞില്ല, കേട്ടില്ല, ഇത് ആദ്യം അദ്ദേഹം പറഞ്ഞു തരാമെന്ന് ആസിഫ് അലി തരാൻ വരികയാണെന്ന് മനസ്സിലായില്ല, എന്തൊക്കെയോ പറയാണ്. അതിനുശേഷം ജയരാജ് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ട് ജയരാജിനെയും ആസിഫ് അലിയും കൂടി ചേർത്ത് വാങ്ങാനാണ്. ഒന്നും അല്ലാന്നേ. ആ ദൃശ്യങ്ങൾ, അതിൻ്റെ മുന്നിലുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ആസിഫ് അലിയോട് അങ്ങേയറ്റം പുച്ഛത്തോടെ, അങ്ങേയറ്റം അവഗണനയോടെ, അങ്ങേയറ്റം നിന്നയോടെ, ഒരു നോട്ടം പോലും നോക്കാതെ അവഗണിച്ച് കളയുകയായിരുന്നു. അങ്ങനെ അവഗണിച്ച് കളയേണ്ട ഒരാളാണോ 15 വർഷമായി മലയാള സിനിമയിൽ നിലനിൽക്കുന്ന, ഫൈറ്റ് ചെയ്യുന്ന, ഏതെങ്കിലും ക്ലിക്കുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നെപ്പോക്കിഡായിട്ടോ അല്ലാതെ സ്വന്തമായൊരു വഴിവെട്ടി വന്ന ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ആസിഫ് അലിയുടെ കുറവെന്താണ്? ശ്രീ ഹാഷ്മി, ആദ്യം തന്നെ പറയട്ടെ, അതിൽ ഏറ്റവും അങ്ങ് നേരത്തെ കാണിച്ച ഇൻട്രോയിലൊക്കെ നമ്മുടെ മലയാളത്തിൻ്റെ മഹാഭാഗ്യമായ MT വാസുദേവൻ നായർ സാറും ശ്രീ മമ്മൂട്ടിയെ പോലൊരു മഹാനടനും ഒക്കെ കാണിച്ചു. യഥാർത്ഥത്തിൽ അതോടൊപ്പം ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് നമ്മുടെ ആസിഫ് അലി മുത്താണ്. ആസിഫ് അലി ഇത്ര നന്നായിട്ട് അത് മാനേജ് ചെയ്തു എന്നുള്ളത് ഒരുപക്ഷെ അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. ഒരു യങ്സ്റ്ററിന് നേരെ, നമ്മളൊക്കെ ഒരു പബ്ലിക് ഫിഗേഴ്സ് ആണല്ലോ, നമുക്കൊരു പൊതുവേദിയിൽ അങ്ങനെ ഒരു അപമാനം പോലെ നേരിട്ടാലോ അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തിയാലോ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പക്ഷേ രാഹുൽ അത് നേരിടേണ്ടി വരികയാണെങ്കിൽ, ഞാനാണെങ്കിൽ എന്റെ മുഖത്ത് ചിരി വരില്ല, ഞാൻ പ്രതികരിക്കില്ലായിരിക്കും. നമ്മളൊരു പക്ഷേ പൊതുവേദിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കുമായിരിക്കും, പക്ഷെ ചിരി നിൽക്കില്ല നമ്മുടെ മുഖത്ത്, ഉറപ്പ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, അങ്ങനെ വന്നാൽ ഞാൻ വല്ലാതെ ചമ്മിപ്പോവും. അതായത് എന്നെ ഒരു ബോയ്, അതായത് ഈ ആങ്കറിങ് എടുത്തോണ്ട് പോകുന്ന ആളെ പോലെ, ഈ ട്രോഫിയോ പ്രൈസോ എടുത്തോണ്ട് പോകുന്ന ആളെ പോലെ കണ്ട്, പ്രത്യേകിച്ച് ആ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ നെഗറ്റീവാണ്. അതുകൊണ്ട് ആസിഫ് അലി ഏറ്റവും മനോഹരമായി അത് ഹാൻഡിൽ ചെയ്തു. ആസിഫ് അലി എന്ന് മാത്രമല്ല, ആസിഫ് അലി ഒരു ആങ്കറായിട്ട്, ആക്ടർ ആകുന്നതിനും ആങ്കറായിട്ട് തുടങ്ങിയ വ്യക്തിയാണ്. ആസിഫ് അലി ഒരുപാട് കാലമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര സ്നേഹവും ആദരവും ഇഷ്ടവും തോന്നി. ആസിഫ് അലി എത്ര പക്വമായിട്ട് മാറി അങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളതിന് ഏറ്റവും നല്ല കാര്യമാണ്. അതേപോലെ പോസിറ്റീവാണ് രമേശ് നാരായണൻ സാർ. അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണ്, സംശയമില്ല. അദ്ദേഹം അതിനുശേഷം ക്ഷമ പറഞ്ഞു, അതിനെ ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ നിന്നില്ല. അതൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ്. ആസിഫ് അലിയുടെ പ്രതികരണം എന്താണെന്നറിയില്ല, പക്ഷേ ആസിഫ് അലി അതിന് ശേഷവും മുമ്പും ഒക്കെ വളരെ മാന്യമായി പെരുമാറി ആ മുഖത്ത് എന്താ പറയുന്നത്, അത് മാനേജ് ചെയ്തു ആസിഫ് അലി എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ കേരളം സന്തോഷത്തോടെ കണ്ടാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്ന് കർക്കിടകം 1 മുഹറവുമാണ്, മുഹറത്തിൻ്റെ 10ാം ആഷൂറയാണ്. ഇതൊരു പവിത്രമായ ദിനമായിട്ട് നമ്മളെല്ലാം കാണുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ എത്ര നന്നായിട്ട് മെയ്വഴക്കത്തോടെ മെച്യൂരിറ്റിയോടെ അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് പോസിറ്റീവായി കാണണം. ആസിഫ് അലിയുടെ പോസിറ്റീവ് മാതൃകയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആസിഫ് അലിയുടെ ഹൃദയവിശാലത, ആസിഫ് അലിയുടെ പോസിറ്റീവ് മാതൃക ഹൈലൈറ്റ് ചെയ്യുന്ന സംവിധായകൻ, ഒരുപാട് പാട്ടുകളിലൂടെ ആഘോഷിക്കപ്പെട്ട ഒരുപാട് മഹാപ്രതിഭ എന്നൊക്കെ പറയപ്പെടുന്ന ഒരാളാണല്ലോ, ആണല്ലോ, മഹാപ്രതിഭയാണല്ലോ. പക്ഷേ മഹാപ്രതിഭ ഇത്തരത്തിലുള്ള എന്താണ് സ്നേഹോഷ്മളതയ്ക്ക്, ഇത്തരത്തിലുള്ള ചെറിയ പെറ്റി ഈഗോകളിൽ നിന്നും മുക്തനല്ല എന്നുകൂടി തെളിയുന്നതാണല്ലേ. ഒരു കാര്യം മാത്രമല്ല, ശ്രീ രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞൻ, അദ്ദേഹം ജയരാജ് എന്ന് പറഞ്ഞ മഹാനായ ഡയറക്ടറിൽ നിന്ന് മേടിക്കാനൊക്കെ ആഗ്രഹിക്കാം, അതിലൊന്നും തെറ്റില്ല. അവർ വളരെ സീനിയേഴ്സ് ആണ്. അദ്ദേഹം 64-65 ഇയേഴ്സ് ഉള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ക്ഷമ പറഞ്ഞത് നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇത്തരം ഒരു ദിവസത്തിൽ ആസിഫ് അലി ചെയ്ത പക്വതയും പോസിറ്റിവിറ്റിയുമാണ്. അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരുപക്ഷെ നമ്മളടക്കമുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് കണ്ടുപഠിക്കേണ്ട പാകതയും പക്വതയും നന്മയാണ് ആസിഫ് അലി കാണിച്ചത്. അതുകൊണ്ട് ആസിഫ് അലിക്ക് ഒരു ഹ്യൂജ് ഷൗട്ട് ഔട്ട്.